നിഗൂഢതകൾ നിറഞ്ഞൊരു രഹസ്യ സ്വപ്നലോകം. സത്യവും മിഥ്യയും കെട്ടിച്ചമച്ച കഥകളും തുറന്നിടുന്ന, അല്ലെങ്കിൽ വിശ്വസനീയതയുടെയും അവിശ്വസനീയതയുടെയും ഇടയിലുള്ള ഒരു വിചിത്ര സൈനിക കേന്ദ്രം. അതാണ് ഏരിയ 51. ഗ്രൂം ലേക്ക് അല്ലെങ്കിൽ ഹോമി എയർപോർട്ട് എന്ന ഔദ്യോഗികമായി അറിയപ്പെടുന്ന ഏരിയ 51 നെവാഡ ടെസ്റ്റ് ആൻഡ് ട്രെയിനിങ് റേഞ്ച് എന്നതിന്റെ ഭാഗമായ ഒരു രഹസ്യ US എയർഫോഴ്സ് സൗകര്യമാണ്. പരീക്ഷണാത്മക വിമാനങ്ങൾ പരീക്ഷിക്കുന്നതിന് സുരക്ഷിതമായ സ്ഥലം നൽകുന്നതിനായി 1955 ഇത് സ്ഥാപിച്ചത്. 1980കളിൽ പ്രചാരം നേടിയ ഏരിയ 51 കുറിച്ചുള്ള ഏറ്റവും പ്രശസ്തമായ ഒരു അവകാശവാദം 1947 ന്യൂ മെക്സിക്കോയിലെ റസ്വെല്ലിൽ ഒരു UFO അഥവാ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്ട് തകർന്നു വീഴുകയും ആ പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ ഏരിയ 51ലേക്ക് പരിശോധിക്കാനും പഠിക്കാനും മറ്റുമായി കൊണ്ടുപോയി എന്നതായിരുന്നു. കോൺസ്പിറസി തിയറിസ്റ്റുകളിൽ പ്രധാനിയായ ഒരു വ്യക്തിയാണ് റോബർട്ട് ലാസർ. 1989 ഏരിയ 51 സമീപമുള്ള S4 എന്ന സ്ഥലത്ത് ജോലി ചെയ്തിരുന്നെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. അന്യഗ്രഹ ബഹിരാകാശ വാഹനങ്ങൾ കാണുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നായിരുന്നു അദ്ദേഹം ആരോപിച്ചത്. ലാസറുടെ അവകാശവാദങ്ങൾ വിവാദമായിരുന്നിട്ട് കൂടിയും ഇത് അന്യഗ്രഹ കോൺസ്പിറസി തിയറികൾക്ക് കൂടുതൽ പ്രചാരം നേടാൻ സഹായിച്ചു. ഇനി വിവാദങ്ങളും കെട്ടുകഥകളും മാറ്റി നിർത്താം. വീണ്ടും അതേ ചോദ്യം, ഏരിയ 51ന്റെ സത്യാവസ്ഥ എന്താണ്, അല്ലെങ്കിൽ എന്താണ് ഏരിയ 51? ഏരിയ 51ൽ പരീക്ഷിച്ച പ്രധാന പദ്ധതികളിൽ ഒന്നായിരുന്നു U2 എന്ന സ്പൈ പ്ലെയിൻ. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ച് നിർണായക വിവരങ്ങൾ ശേഖരിക്കാൻ US-നെ സഹായിക്കുന്നതിനായി നിർമ്മിച്ച ചാരവിമാനമായിരുന്നു U2. പിന്നീട് ഏരിയ 51ൽ നിർമ്മിച്ച മറ്റൊരു പ്രധാന വിമാനമാണ് SR-71 ബ്ലാക്ക് ബേർഡ്, ഒരു ദീർഘദൂര ചാരവിമാനം. SR-71 അതിന്റെ അവിശ്വസനീയമായ വേഗതയ്ക്കും ഉയരത്തിൽ പറക്കുന്നതിനുമായി പേരുകേട്ട വിമാനമാണ്. 2013 CIA ഔദ്യോഗികമായി ഏരിയ 51 നിലവിലുണ്ടെന്നും U2 SR-71 വിമാനങ്ങളുടെ വികസനത്തിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്നു എന്നും അംഗീകരിച്ചു. സത്യങ്ങൾക്കും വാദങ്ങൾക്കും ഇപ്പുറം ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിൽ ഒന്നായി തുടരുകയാണ് ഏരിയ 51. അന്യഗ്രഹ ജീവികളും വിചിത്ര സാങ്കേതിക വിദ്യകളും അടങ്ങുന്ന കെട്ടുകഥകളുടെ ഉറവിടമാണെങ്കിലും ഏരിയ 51ന്റെ യഥാർത്ഥ ലക്ഷ്യം ദേശീയ സുരക്ഷയും ഗവേഷണവുമാണ്.